എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അയിലക്കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മുളകിട്ട ഒരു അയിലക്കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. നമ്മളിവിടെ 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. ഇത് വെട്ടി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി 5 എണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 6 എണ്ണം അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് കീറി വെച്ചിട്ടുള്ളത്, കുറച്ച് കറിവേപ്പില, 3 കഷ്ണം കുടംപുളി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ. അയല നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാതെ തന്നെ കറി വയ്ക്കുവാണ്. അതുകൊണ്ട് ഇതിൽ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു വെക്കാം. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് കുടംപുളി വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ മീൻ വേവിക്കാൻ ആവശ്യമായ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് അയല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് തവി കൊണ്ടൊന്ന് ഇതുപോലെ താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് മീൻകറിയുടെ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഇളക്കാതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ രുചികരമായ അയല മുളകിട്ട കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക് യു.